Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രാമർ ബേസിക് സീരീസിലെ 4ാമത്തെ എപ്പിസോഡാണ്. If you haven't seen the first 3 episodes, those videos are available in the video session. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ട്രിക്കി ആയിട്ടുള്ള ലോജിക്കലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനെയാണ്. നമുക്കറിയാം നിങ്ങൾക്ക് എഡിറ്റിംഗ് ഇഷ്ടമാണ്, കാരണം ഒരു ഈസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിനെ എന്തിലേക്ക് മാറ്റും, വോസിലേക്ക് മാറ്റും. 6 കണ്ടു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നിങ്ങൾ എന്തിലേക്ക് മാറ്റും, വേറിലേക്ക് മാറ്റും. വൈ? ബിക്കോസ് നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയാണ് വരിക, ഇതാണ് സുഖം അല്ലേ? നിങ്ങൾ ആ സുഖം വെച്ചിട്ടാണ് നിങ്ങൾ പലപ്പോഴും ഈ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാറ്. ബട്ട് ദാറ്റ് സുഖം വിൽ നോട്ട് ഫെച്ച് യു ഫുൾ മാർക്സ് എവറി ഡാം ടൈം. അതുകൊണ്ട് തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രൈമറി സ്കൂളുകൾ മുതൽ പഠിച്ച, ക്ലാസ്സുകൾ മുതൽ പഠിച്ച കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും, ഏറ്റവും സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റുകൾ വരെ. അതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ അതിന് മുമ്പ് ഈ ബേസ് ഉണ്ടായിരിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ 6 റൂൾസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 1, 2, 3 റൂൾസ് വളരെ സിമ്പിൾ റൂൾസാണ്, പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ദെൻ അവസാനത്തെ റൂളുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ക്രൂഷ്യലാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. സോ ഷാൾ ഐ റിമൈൻഡ് യു സംതിങ്? നിങ്ങൾ മുമ്പ് പഠിച്ച, നിങ്ങൾ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ പോവാണ്. എൻ്റെ കൂടെ വരും. ഞാനിവിടെ 4 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 സെൻറ്റൻസുകളിലെ മിസ്റ്റേക്സ് എന്താണ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. യു ക്യാൻ pause this video for a while and think. I hope you have already identified the mistakes. നോക്കൂ, ഒന്നാമത്തെ സെൻറ്റൻസിലെ മിസ്റ്റേക്ക് എളുപ്പമാണ്. ഒന്നാമത്തെ സെൻറ്റൻസിലെ മിസ്റ്റേക്ക്, ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തിൽ സ്റ്റാർട്ട് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇറ്റ് ഈസ് എ വെരി ബേസിക് തിങ്. പക്ഷെ എന്താ കുഴപ്പം? ഞാൻ പലപ്പോഴും ഈ ഓഫ്ലൈനിൽ കുട്ടികളുടെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആവാറുണ്ട്. കുട്ടികൾ ഇപ്പോഴും 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അവർ ക്യാപിറ്റൽ ലെറ്ററിലല്ല എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എഡിറ്റിങ്ങിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. രണ്ടാമത്തത്, ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. അവിടെ ഐ കാണുമ്പോൾ, ഇറ്റ് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലെറ്റർ ആണെങ്കിലും ക്യാപിറ്റലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെയും ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഐ ക്യാപിറ്റലായിരിക്കണം. മൂന്നാമത്തെ സെൻറ്റൻസിലെ മിസ്റ്റേക്ക് എന്താ? The house and grounds of our home in India were grandfather's domain. സർ, അതിൽ ദായുടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്, പ്രശ്നമൊന്നുമില്ലല്ലോ, വേറെ എന്താ കുഴപ്പം, ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അവിടെയും ഒരു പ്രശ്നമുണ്ട്. കാരണം ഇവിടെ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ, നിങ്ങൾ ഒരു രാജ്യത്തിൻ്റെ പേരൊക്കെ പറയുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഒരു രാജ്യത്തിൻ്റെ പേര്, ഒരു സ്ഥലത്തിൻ്റെ പേര്, ഒരു ഭാഷയുടെ പേര്, ഇപ്പോൾ ഇംഗ്ലീഷ് എന്നൊക്കെ എഴുതുമ്പോൾ ഈ ക്യാപിറ്റൽ ആയിരിക്കണം. അത് മറന്നു പോകാതിരിക്കാം. നാലാമത്തിൽ എന്താ മിസ്റ്റേക്ക്? വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ് ഐ കുഡ് ലുക്ക് ഡൗൺ ടു ദ ബനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ. അവിടെയും W, വെന്നിൻ്റെ W ക്യാപിറ്റലാണ്. പക്ഷെ പ്രശ്നം, നിങ്ങൾ എവിടെ ഐ എഴുതുന്ന സമയത്തും ഐ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. ഐ സ്മോൾ ലെറ്റർ എഴുതാൻ പാടില്ല. ഐ എന്നുള്ള പ്രോനൗൺ, ഞാൻ പറഞ്ഞ ഐ എന്ന് പറഞ്ഞ ലെറ്റർ അല്ല, ഐ എന്ന് പറഞ്ഞ പ്രോനൗൺ. സിമ്പിളാണ്. ഇവിടെ എന്താ പ്രശ്നം? ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺ ടു മൈ റൂം. എന്താണ് അവിടെ മിസ്റ്റേക്ക്? അവിടെ ഐ ക്യാപിറ്റലാണ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഫസ്റ്റ് ലെറ്റർ T ക്യാപിറ്റലാണ്. അവിടെ എന്താ മിസ്റ്റേക്ക്? പോസ് ദ വീഡിയോ ആൻഡ് തിങ്ക്. യെസ്, ഇവിടെ പ്രശ്നം സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ്. ഇവിടെ എന്താണ്? സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ്. റെസ്റ്റോറൻറ്റിൻ്റെ സ്പെല്ലിങ്ങിൽ ഇവിടെ ഇ അല്ല, ഇവിടെ എന്താണ്? എ ആണ്. സോ റെസ്റ്റോറൻറ്റിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കാം. രണ്ടാമത്തത്, ദ ഗ്രേ മങ്കൂസ് 3 feet long വാസ് എ സൂപ്പർ ഫൈറ്റർ, ക്ലെവർ ആൻഡ് അഗ്രസീവ്. അവിടെ എന്താ മിസ്റ്റേക്ക്? അവിടെ എന്താ മിസ്റ്റേക്ക്? യെസ്, അവിടെ മിസ്റ്റേക്ക് അഗ്രസീവിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. അഗ്രസീവിൻ്റെ സ്പെല്ലിംഗ് എന്താ? AGGRESSIVE. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസും എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. കാരണം സ്പെല്ലിംഗ് തെറ്റിച്ച് തരാറുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് എത്തുമ്പോൾ കുറേ അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് നിങ്ങൾ പഠിക്കും. സോ വെനെവർ യു കം അക്രോസ് എ ന്യൂ വേർഡ്, മേക്ക് ഷുവർ ദാറ്റ് യു നോ ദ സ്പെല്ലിംഗ്. നിങ്ങൾക്ക് സ്പെല്ലിംഗ് അറിയാം. ചുമ്മാ ഒരു വേർഡ് കേട്ടിട്ട് അതിനെ വിട്ടേക്കരുത്, സ്പെല്ലിംഗ് അറിയണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ 2ാമത്തെ ചാപ്റ്റർ, അതിലെ പ്രൊട്ടഗോണിസ്റ്റ് നമ്മൾ ഹോമിയോപ്പത്ത് എന്നാണ് വിളിക്കുന്നത്. ഹോമിയോപ്പത്തിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് എന്തുണ്ടാവണം? ക്ലാരിറ്റി ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? സോ ഇനി മുന്നോട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും സ്പെല്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ എന്താ പ്രശ്നം? 3 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഇവിടെ എന്താ മിസ്റ്റേക്ക്? യെസ്, ആദ്യത്തെ മിസ്റ്റേക്ക്, അവിടെ ആർട്ടിക്കിളിൽ മിസ്റ്റേക്ക് ഉണ്ട്.
എന്തിൽ മിസ്റ്റേക്ക് ഉണ്ട്? ആർട്ടിക്കിളിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇറ്റ് വാസ് എ ആപ്പിൾ ആഫ്റ്റർനൂൺ എന്ന് പറയില്ല. എന്തേ പറയുള്ളൂ? ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ എന്നേ പറയുള്ളൂ. കാരണം ഏപ്രിൽ ആഫ്റ്റർനൂൺ എന്നുള്ളത്, ഏപ്രിൽ എന്ന് പറഞ്ഞ വേർഡ് തുടങ്ങുന്നത് എന്തിലാണ്? വവൽ സൗണ്ടിലാണ്. വവൽ സൗണ്ടും എന്തുകൊണ്ട്? കോൺസണൻറ്റ് സൗണ്ടും കൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ബേസിക് കാര്യമാണ്. സോ വവൽ സൗണ്ട് ആണെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ ചേർക്കേണ്ട ആർട്ടിക്കിൾ ഏതാണ്? ആൻ ആണ്. കോൺസണൻ്റ് ആണെങ്കിൽ നിങ്ങൾ അതിന് മുമ്പ് ചേർക്കേണ്ട ആർട്ടിക്കിൾ ഏതാണ്? എ ആണ്. സോ എ ആപ്പിൾ ആഫ്റ്റർനൂൺ അല്ല, ആൻ ഏപ്പിൾ ആഫ്റ്റർനൂൺ ആണ്. അടുത്തത്, ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എൻ ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ബ്യൂട്ടി ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈ സെൽഫ് ലുക്ക് ഹാൻഡ്സം. എന്താ മിസ്റ്റേക്ക്? യെസ്, യു സ്പോട്ട് ഓൺ. എന്താണ്? ആൻ ഗ്രേറ്റ് അഡ്മയറർ എന്നല്ല, എ ഗ്രേറ്റ് അഡ്മയറർ എന്നാണ്. എന്താണ്? ഗ്രേറ്റ്, ഗു എന്ന് പറഞ്ഞ സൗണ്ട് കോൺസണന്റ് സൗണ്ട് ആണ്. മൂന്നാമത്തത്, ഐ മെയ്ഡ് എ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ തിൻ മസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻഡ്സം. ഐ മെയ്ഡ് എ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. എന്താ പ്രശ്നം? പ്രശ്നം ഐ മെയ്ഡ് എ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അല്ല. എന്താണ്? ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ആണ്. കാരണം ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ വരുന്ന സൗണ്ട് എന്ത് സൗണ്ടാണ്? വവൽ സൗണ്ട് ആണ്. സോ എയും ആനും ആണ് മിസ്റ്റേക്ക് വന്നതെങ്കിൽ വവൽ സൗണ്ട് ആണോ കോൺസണന്റ് സൗണ്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാം. പക്ഷെ അവിടെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ലെറ്റർ നോക്കരുത്, സൗണ്ടേ നോക്കാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് 9ാമത്തെ ചാപ്റ്റർ, നിങ്ങളുടെ 1ാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ അവസാനത്തെ ചാപ്റ്റർ ഉണ്ട്, ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. ആ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയിൽ ഈ ചോദ്യം ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചു, എ യൂണിവേഴ്സിറ്റി ആണോ ആൻ യൂണിവേഴ്സിറ്റി ആണോ? കുറേ പേര് എന്ത് ചെയ്യും? കുറേ പേര് ഈ ലോജിക്ക് ആലോചിക്കും. എന്താ ലോജിക്ക്? അവരുടെ ലോജിക്ക് വളരെ സിമ്പിളാണ്. ഇവിടെ യു ആണുള്ളത്, യു. അപ്പം നിങ്ങൾ ആലോചിക്കും AEIOU വവൽ സൗണ്ട് ആണ്. അപ്പോൾ എന്താണ് ആൻസർ വരിക? ആൻ ആണ് വരിക. എന്നാൽ തെറ്റാണ്. ആൻ അല്ല വരിക. എന്താണ് വരിക? എ ആണ് വരിക. കാരണം എന്താ? നിങ്ങൾ ആ വേർഡ് ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങൾ ആ വേർഡ് പറഞ്ഞു നോക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുക. എന്താണ് പറയുക? യൂണിവേഴ്സിറ്റി എന്നാണ് പറയുക. സോ ആദ്യത്തെ സൗണ്ട് ഏതാണ്? യാണ്, ഈ സൗണ്ടാണ്. നിങ്ങൾ യൂണിവേഴ്സിറ്റി എന്നല്ലല്ലോ പറയുക, യൂണിവേഴ്സിറ്റി എന്നല്ലേ പറയുക. സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ സൗണ്ട് നോക്കുക, എന്ത് നോക്കരുത്? ലെറ്റർ നോക്കരുത്. ദെൻ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വാസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. എന്താണ് അവിടെ മിസ്റ്റേക്ക്? വൺ ഫീൽ ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. എന്താണ് അവിടുത്തെ മിസ്റ്റേക്ക്? ഒന്ന് ആലോചിച്ച് നോക്കി. മിസ്റ്റേക്ക് അറിയുന്നതിന് മുമ്പ് ഈ റൂള് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സിമ്പിളാണ് റൂള്. ഒരു സെൻറ്റൻസിൽ എങ്ങനെയാണ്? ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, സബ്ജക്റ്റ് എന്താണെങ്കിൽ സിംഗുലർ ആണെങ്കിൽ അതിനുശേഷം വരുന്ന വേർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സെയിം അതുപോലെ തന്നെയാണ് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അതിനുശേഷം വരുന്ന വേർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. നോക്കൂ ഇവിടെ എന്താ പ്രശ്നം. ഒന്നാമത്തെ സെൻറ്റൻസ് ഞാൻ എടുക്കുകയാണ്. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ. ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? വീടും പറമ്പും എന്നാണ്. ഓക്കെ, അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഉറപ്പായിട്ടും ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലൂറലാണ്. ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് പറഞ്ഞാൽ എന്താണ്? പ്ലൂറലാണ്. പ്ലൂറലായിട്ടുള്ള ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ കൂടെ ഒരിക്കലും എന്ത് ചേരില്ല? വോസ് ചേരില്ല. അപ്പം നിങ്ങൾക്ക് പ്രശ്നമായി. എന്തുകൊണ്ടാണ് സർ വോസ് ചേരാത്തത്? കാരണം വളരെ സിമ്പിളാണ്. നമുക്ക് ഓക്സിലറി വേർബ്സിനെ സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്സിലറി വേർബ്സിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? സിംഗുലർ പ്ലൂറൽ എന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓക്സിലറി വേർബ്സ് സിംഗുലറും പ്ലൂറലും ആവുന്നത്. ഓക്കെ, സിംഗുലർ പ്ലൂറൽ. നോക്കൂ, ഈസ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബ് സിംഗുലർ ആണ്. ഈസ് എന്താണ്? സിംഗുലർ ആണ്. ഈസിൻ്റെ പ്ലൂറൽ എന്താണ്? ആറാണ്. ഈസിൻ്റെ പ്ലൂറൽ എന്താണ്? ആറാണ്. ഇനി വോസ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബ് സിംഗുലർ ആണ്. വോസിൻ്റെ പ്ലൂറൽ വേറാണ്. ഇനി ഡസ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബ് സിംഗുലർ ആണ്. ഡസിൻ്റെ പ്ലൂറൽ ഡു ആണ്. ഹാസ് സിംഗുലർ ആണ്. ഹാസിൻ്റെ പ്ലൂറൽ ഹാവ് ആണ്. ഇത്രയും ഓർമ്മിച്ച് വെച്ചാൽ മതി. കാരണം ബാക്കി എല്ലാ ഓക്സിലറി വേർബ്സും ഈ സിംഗുലറും ആണ്. ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറലാണ്. ബാക്കി നിങ്ങൾ ഏത് ഓക്സിലറി വേർബ് എടുത്തോ, വിൽ എടുത്തോ, അത് സിംഗുലറും ആണ് പ്ലൂറലും ആണ്. സിംഗുലറിൻ്റെ കൂടെയും പോകും, പ്ലൂറലിൻ്റെ കൂടെയും പോകും. ദെൻ ഹാഡ് എടുത്തോ, സിംഗുലറും ആണ് പ്ലൂറലും ആണ്. ഓക്കെ, പക്ഷേ ഈ 8 ഓക്സിലറി വേർബ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അത് സിംഗുലർ മാത്രമാണ് അല്ലെങ്കിൽ പ്ലൂറൽ മാത്രമാണ്. ഇനി ഇത് ഓർമ്മിച്ച് വെക്കാൻ എളുപ്പ വഴിയുണ്ട്.
സിംഗുലർ ഓക്സിലറി വേർബ്സ് ഒക്കെ എന്തിലായിരിക്കും അവസാനിക്കുന്നുണ്ടാവുക? എസ്സിലായിരിക്കും. ഓക്കെ, ഈസ്, വാസ്, ഡസ്, ഹാസ്. നിങ്ങൾ 24 ഓക്സിലറി വേർബ് എടുത്തോളൂ. ഈസ്, ആം, ആർ, വാസ്, വർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ് ടു, നീഡ്, ഡെയർ, ഓട്ട് ടു. ഈ 24 ഓക്സിലറി വേർബ്സിൽ ആകെ 4 ഓക്സിലറി വേർബ്സ് മാത്രമേ എന്തിൽ അവസാനിക്കുന്നുള്ളൂ? എസ്സിൽ അവസാനിക്കുന്നുള്ളൂ. ഈ 4 ഓക്സിലറി വേർബ്സും എന്താണ്? സിംഗുലർ ആണ്. ഇനി ഈ കൂട്ടത്തിൽ പെടാത്ത ഒരാളുണ്ട്. അതാരാണ്? അത് ആം ആണ്. ആം ആരുടെ കൂടെ മാത്രമേ പോവുള്ളൂ? ഐയുടെ കൂടെ മാത്രമേ പോവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഒരു കാര്യം കൂടെ ഉണ്ട്. സാധാരണ വേർബ്സിൻ്റെ സിംഗുലർ പ്ലൂറൽ നിങ്ങൾക്കറിയാം. സിംഗുലർ പ്ലൂറൽ ഫോർ എക്സാമ്പിൾ ഇതാ നോക്കൂ. പ്ലേസ് സിംഗുലർ ആണ്, പ്ലൂറൽ എന്താണ്? പ്ലേ. സിങ്സ് സിംഗുലർ ആണ്, പ്ലൂറൽ എന്താണ്? സിങ്. ഇത് നിങ്ങൾക്കറിയാം. എസ് ഫോം ആണ്, സിംഗുലർ ഫോം എന്ന് നമുക്കറിയാം. എന്നാൽ ഓക്സിലറി വേർബ്സിൻ്റെ സിംഗുലർ പ്ലൂറൽ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം വരൂ. ഇവിടെ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്. അപ്പോൾ വോസിൻ്റെ പ്ലൂറൽ എന്താ? വോസിൻ്റെ പ്ലൂരൽ വേറാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ആൻസർ എന്താ? വേറാണ്. രണ്ടാമത്തത്, വൺ ഫീൽ ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു ദ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. വെൻ ഇറ്റ് ഈസ് നിയർ. ഇവിടെ വൺ എന്നുള്ളതാണ് പ്രശ്നം. വൺ എന്നുള്ളത് സിംഗുലർ ആണ്. വൺ എന്നുള്ളത് എന്താണ്? സിംഗുലർ ആണ്. അപ്പോൾ ഫീല് പറ്റില്ല. ഫീൽ എന്നുള്ളത് പ്ലൂരലാണ്. ഇപ്പോൾ സിംഗുലർ എന്താണ്? ഫീലിൻ്റെ എസ് ഫോം ആണ്. അപ്പോൾ ഫീല് മാറ്റി എന്താക്കണം? ഫീൽസ് ആക്കണം. ഇതാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക്. മൂന്നാമത്തത്, I had just set up my medical practice and my earnings were meager. I had just set up my medical practice. ഞാൻ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ആൻഡ് മൈ ഏർണിങ്സ് വാസ് മീഗർ. ഞാൻ പറഞ്ഞപ്പോൾ ശരിയായിട്ടാണ് പറഞ്ഞു. നോക്കൂ, എനിക്ക് മനസ്സിലായോ? അത് ഏർണിങ്സ് അല്ലേ? ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പാദ്യങ്ങൾ. അത് പ്ലൂരലാണ്. എസ് ഫോം വന്നല്ലോ, പ്ലൂരലാണ്. അപ്പോൾ വോസിൻ്റെ പ്ലൂരലിലേക്ക് ഇത് മാറ്റണം. വോസിൻ്റെ പ്ലൂരൽ എന്താ? വേറാണ്. ഓക്കെ, ഇനി നോക്കൂ. എവ്രി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ആർ വെൽ ട്രെയിൻഡ്. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷനായി. ഈ ക്വസ്റ്റ്യൻ ഒരു ഗംഭീര ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിൽ 6 ശരിയല്ലാത്തത്? 6 ആവാനാണ് സാധ്യത. കാരണം അത് 6 എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്. അപ്പോൾ അതിന് ഈസ് നാക്കാൻ പറ്റില്ല, കാരണം എവ്രി ആനിമൽ എന്ന് പറയുന്നില്ലേ. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. അതായത് ഇംഗ്ലീഷിൽ നോക്കിക്കോളൂ. ഓക്കെ, ശ്രദ്ധിക്കണേ. ഇംഗ്ലീഷിൽ everyone, everybody, everything, ഈ വേർഡ്സ് ഒക്കെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ വേർഡ്സ് ഒക്കെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എവ്രി വൺ, എവ്രിബഡി, എവ്രിതിങ്, ഈ പറയുന്ന വേർഡ്സ് ഒക്കെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? സിംഗുലർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എവ്രി ആനിമൽ എന്ന് പറയുമ്പോൾ അതിനെ നിങ്ങൾ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യണം. എനിക്കറിയാം അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷെ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇവിടെ 6 മാറ്റിയിട്ട് എന്ത് എഴുതി കൊടുക്കണം? ഈസ് എഴുതി കൊടുക്കണം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ചെക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ആൻഡ് ദാറ്റ് ബ്രിങ്സ് അസ് ടു ദ ലാസ്റ്റ് റൂൾ. ഈ റൂള് ഭയങ്കര രസമാണ്, പക്ഷേ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. റൂൾ വളരെ സിമ്പിളാണ്. തന്നിരിക്കുന്ന പാസേജിലെ വേർബുകൾ V1 ആണോ V2 ആണോ എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അതിനനുസരിച്ച് തെറ്റായ വേർബ് മാറ്റുക. ഐ അഷ്യൂർ യു, ഈ ഒരൊറ്റ റൂൾ പഠിച്ചാൽ ചിലപ്പോൾ 5 മാർക്ക്, 2 or 3 മാർക്ക് ഈ റൂൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാക്കാൻ വേണ്ടി പറ്റും. ട്രസ്റ്റ് മീ ഓൺ ദാറ്റ്. എന്താ കാര്യം എന്ന് മനസ്സിലായോ? ഇല്ല. ഓക്കെ, ഈ റൂൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ. In the spring, when the banyan tree was full of small red figs, birds of all kinds will flock into its branches. അപ്പോൾ ഇവിടെ ഞാൻ വില്ലാണല്ലോ നമുക്ക് തെറ്റായിട്ട് തന്നത്. വില്ല് തെറ്റാണ്, വില്ല് മിസ്റ്റേക്ക് ആണെന്ന് അവർ പറയുന്നു. വില്ലെന്ന് പറയുന്നത് ഒരു ഓക്സിലറി വേർബാണ്. ഒരു വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് തെറ്റായിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ബാക്കിയുള്ള വേർബുകൾ നോക്കാം. ഞാൻ അതിൽ ബാക്കിയുള്ള വേർബ് നോക്കുകയാണ്. ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനിയൻ ട്രീ വാസ് എന്നുള്ളത് V1 ആണോ V2 ആണോ? അപ്പം നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കൂടി ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ഓക്സിലറി വേർബ്സിൻ്റെ V1 ഉം V2? നമ്മളിപ്പോൾ ഓക്സിലറി വേർബ്സിൻ്റെ സിംഗുലർ പ്ലൂരലാണ് പറഞ്ഞതെങ്കിൽ ഓക്സിലറി വേർബ്സിൻ്റെ V1 V2 കൂടെ എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾക്ക് ഇതിൻ്റെ വില നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് ഇത്ര വലിയ എളുപ്പമായിരുന്നല്ലോ നിങ്ങൾക്ക് തോന്നാം. ഇത്രേ ഉള്ളൂ കാര്യം. ഈസ്, ആം, ആർ, ആദ്യത്തെ 3 ഓക്സിലറി വേർബുകൾ, ഇവ 3ഉം V1 ആണ്. ഇവയുടെ V2 ഏതാണ്? വോസും വേറുമാണ്. വോസും വേറുമാണ്. അപ്പോൾ എന്തിനാ സാർ 2 V2 വോസും വേറും? ഒന്ന് സിംഗുലർ ആണ്, ഒന്ന് പ്ലൂരലാണ്. നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെയും അതുപോലെ തന്നെ 3 V1 ഇല്ല. ഒന്ന് സിംഗുലർ ആണ്, ഒന്ന് പ്ലൂരലാണ്, ഒന്ന് ഐയുടെ കൂടെ മാത്രമേ പോകുള്ളൂ. സോ ഈ സാം ആർ V1 ആണ്, വോസും വേറും V2 ആണ്. ഇനിയോ
ഡസും ഡൂം V1 ആണ്. ഡസും ഡൂം V1 ആണ്. ഡിഡ് V2 ആണ്. അതുപോലെ ഹാസും ഹാവും V1 ആണ്. ഹാഡ് V2 ആണ്. ഇനിയോ വിൽ V1, വുഡ് V2. ഷാള് V1, ഷാളിൻ്റെ V2 ഏതാ? ഷുഡാണ്. ക്യാൻ V1, ക്യാനിൻ്റെ V2 ഏതാ? കുഡാണ്. മേ V1 ആണ്. മേയുടെ V2 ഏതാണ്? മൈറ്റാണ്. ഇത് കാണാതെ പഠിച്ചു വെക്കണം. ഇത് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓക്കെ. സോ ഈസ് ആം ആർ V1 ആണ്. വാസ് വെർ V2 ആണ്. ഡു ഡസ് V1 ആണ്. ഡിഡ് V2 ആണ്. ഹാസും ഹാവും V1 ആണ്. ഹാഡ് V2 ആണ്. വില്ല്, ഷാള്, ക്യാന്, മേ ഇവ നാലും V1 ആണ്. വുഡ്, ഷുഡ്, കുഡുമായിട്ട് എന്താണ്? V2 ആണ്. അപ്പം നിങ്ങൾ പറയുന്നോട് ഇവിടെ വാസ് എന്നുള്ളത് V1 ആണോ V2 ആണോ? വാസ് എന്നുള്ളത് V2 ആണ്. വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള വേർബ്, വാസ് ശരിയാണല്ലോ, തെറ്റാണെങ്കിൽ അവർ അണ്ടർലൈൻ ചെയ്ത് ബ്ലാക്ക് കളറിൽ കൊടുക്കണമല്ലോ. ശരിയായിട്ടുള്ള വേർബ് V2ലാണ്. അപ്പോൾ പിന്നെ തെറ്റായിട്ടുള്ള വേർബിനെ എന്തിലേക്ക് മാറ്റിയാൽ മതി? ശരിയായിട്ടുള്ള വേർബ് ഏതാണോ ആ ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ വില്ല് എന്താ? വില്ല് V1 ആണ്. അപ്പോൾ വില്ലിന് എന്തിലേക്ക് മാറ്റുക? വില്ലിനെ വുഡിലേക്ക് മാറ്റുക. സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദാറ്റ് വാസ് ദ ടൈം ഐ സി എ മംഗൂസ് ആൻഡ് കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. നിങ്ങൾക്ക് അറിയുന്ന സെൻറ്റൻസ് ആണ്. അപ്പം ഞാനിവിടെ വാസ് ആണ്, സോറി സി ആണ് മിസ്റ്റേക്ക്. അപ്പോൾ ഇതിൽ ശരിയായ വേർബ് നോക്കാം. ദാറ്റ് വാസ് ദ ടൈം. ഇവിടെ വാസ് ഉണ്ട്, ഓക്സിലറി വേർബ് ഉണ്ട്. ഓക്സിലറി വേർബ്, മെയിൻ വേർബ് ഏതെങ്കിലും ഉണ്ടോ നോക്കിയാൽ മതി. വാസ് എന്താണ്? വാസ് V2 ആണ്. അപ്പോൾ വാസ് V2 ആണ്. സീനെ എന്തിലേക്ക് മാറ്റണം? V2ലേക്ക് മാറ്റണം. സിയുടെ V2 എന്താ? സിയുടെ V2 സോയാണ്. ഓക്കെ. മൂന്നാമത്തെ, ഐ ഹിയർ എ നോയ്സ് ഫ്രം എബവ് ആസ് ഐ ഓപ്പൺ ദ ഡോർ. അപ്പോൾ ഇവിടെ തെറ്റെന്താണ്? ഹിയർ എന്ന് പറഞ്ഞ വേർബാണ്. അപ്പോൾ ഞാനതിൽ വേറെ ഏതെങ്കിലും ശരിയായിട്ടുള്ള വേർബോ ഓക്സിലറി വേർബോ ഉണ്ടോ നോക്കുന്നു. നോയ്സ് ഫ്രം എബവ് ആസ് ഐ ഓപ്പൺ. യെസ്, ഇവിടെ നോക്കൂ, ഓപ്പൺഡ് എന്ന് പറഞ്ഞൊരു വേർബ് ഉണ്ട്. ഓപ്പൺ ഈഡ് കണ്ട ഉറപ്പിച്ചത് എന്താണ്? V2 ആണ്. ഹാസും ഹാവും ഹാഡും ലെഫ്റ്റ് സൈഡിൽ ഇല്ലെങ്കിൽ സോ ഓപ്പൺഡ് എന്താണ്? V2 ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള വേർബ് V2 ആണ്. അപ്പോൾ ഹിയറിൻ്റെ V2ലേക്ക് മാറ്റിയാൽ മതി. ഹിയറിൻ്റെ V2 എന്താ? നമുക്കറിയണം. ഹിയറിൻ്റെ V2 എന്താ? ഹേർഡ് ആണ്. ഹിയറിൻ്റെ V2 എന്താണ്? ഹേർഡ് ആണ്. അടുത്തത്, ഐ വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സിറ്റ് ഡൗൺ ഓൺ ദ ചെയർ. ഇവിടെ തെറ്റ്, മിസ്റ്റേക്ക്, സിറ്റ് ഡൗൺ ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള വേർബ് ഏതാ? ശരിയായിട്ടുള്ള വേർബ് വെൻറ്റ് ആണ്. വെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോയിൻ്റെ V2 ആണ്. അപ്പോൾ സിറ്റ് ഡൗണിൻ്റെ V2ലേക്ക് മാറ്റിയാൽ മതി. സിറ്റ് ഡൗണിൻ്റെ V2 എന്താ? സാറ്റ് ഡൗൺ ആണ്. മനസ്സിലായോ? ഈ റൂള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. ഇത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം ഇത് വെച്ചിട്ട് 2-3 ക്വസ്റ്റ്യൻ, അതായത് 5-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇനിയും നിങ്ങൾക്ക് വീഡിയോസ് വേണം. ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് വീഡിയോ വേണ്ടത്? നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആൻഡ് ഇതാണ് ക്വസ്റ്റ്യൻ. എഡിറ്റ് ദ ഇറർ ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിലെ ഇറർ അത് ക്യാൻ ആണ്. ആ ക്യാൻ എന്തിലേക്ക് മാറ്റണം, എന്തുകൊണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. ആൻസർ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇനി ഏത് ഗ്രാമർ ടോപ്പിക്കാണ് വേണ്ടത്, നിങ്ങളുടെ സ്കൂളിലെ ഗ്രാമറിൻ്റെ അവസ്ഥ എന്താണ്, എവിടെ എത്തിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഐ ലവ് യു എവറിബഡി. ഹാപ്പി ലേണിംഗ്.